ഹായ്, വെൽക്കം ടു എക്സൽ ബ്രൈറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് XLOOKUPൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അതായത് ആദ്യ ക്ലാസ് നമ്മൾ ബേസിക് കാര്യങ്ങളും കുറച്ച് ഫോർമുല കമ്പാരിസണും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കാണുക. അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചും കൂടിയും ബെനിഫിറ്റ്സ് ആണ് ഈ XLOOKUP ഫംഗ്ഷൻ്റെ. ഇതിൻ്റെ ഫോർമുല ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി പറയാണ്. അപ്പോൾ നമ്മൾ ഫോർമുല ലുക്കപ്പ് വാല്യൂ, ലുക്കപ്പ് അറേ, റിട്ടേൺ അറേ, ഈ 3 കാര്യങ്ങളാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അതിനുശേഷം ഈഫ് ഫൗണ്ട്, മാച്ച് മോഡ്, സെർച്ച് മോഡ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സെർച്ച് മോഡും മാച്ച് മോഡും എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം അത് ഡിഫാൾട്ടായിട്ട് വരുന്നതും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സും കൂടി ഒന്ന് കണ്ടാൽ ഫോർമുല കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ പോകുന്നത് ഈ ഫോർമുല ഈ എക്സാമ്പിളിലേക്കാണ്. ഇത് നമ്മൾ ഫോർമുല സ്പില്ല് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ XLOOKUPൻ്റെ. അതായത് മറ്റുള്ള റോയിലേക്കും മറ്റുള്ള കോളത്തിലേക്കും ഫോർമുല നമുക്ക് വേണമെങ്കിൽ സ്പില്ല് ചെയ്തിട്ട് ഒറ്റയടിക്ക് ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവിടെ ഫോർമുല ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്, XLOOKUP. ഓക്കെ, നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഈ ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്തതിന് ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ നെയിമാണ്. അതിനുശേഷം നമ്മൾ അതായത് റിസൾട്ട്, അതായത് റിട്ടേൺ അറേ സെലക്ട് ചെയ്യുന്ന സമയത്ത് 2 കോളം ഒന്നിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, 2 കോളം ഒന്നിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം തൊട്ടടുത്ത സെല്ലിലേക്കും ഫോർമുല സ്പില്ല് ചെയ്തതായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമുല വരുന്നത്. നിങ്ങൾ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ രീതിയിൽ വലിയ ഡാറ്റകൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ, ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഒരുപാട് ഡാറ്റ ഇങ്ങനെയുള്ള ഒരു വലിയൊരു ടാബിൽ നിന്നും ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എല്ലാ സെല്ലിലേക്കും ഫോർമുല സ്പില്ല് ചെയ്യുന്നതായിട്ട് കാണും. ഇതിപ്പോൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫോർമുലയും പോകും. ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്ന് വെർട്ടിക്കലായിട്ട് താഴോട്ടേക്ക് സ്പില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോർമുല ഇവിടെ ഇടുകയാണ്, XLOOKUP. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ലുക്കപ്പ് വാല്യൂ കൊടുക്കുന്നത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഫുള്ളായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ അറേ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ട് നമ്മൾ റവന്യൂ ആണ്, നമ്മൾ കോളം റവന്യൂ മാത്രം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡാറ്റ മൊത്തത്തിൽ താഴെ എല്ലാ റോയിലേക്കും ഫോർമുല സ്പില്ല് ചെയ്ത് പോയിട്ടുണ്ട്, റിസൾട്ട് സ്പില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്, നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒന്നിച്ച് സ്പില്ല് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ വേറെ ഫോർമുല തന്നെ ചെയ്യണം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോർമുല കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ പ്രോഫിറ്റിൻ്റെ കോളം നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുന്ന അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ഡാറ്റ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം താഴോട്ട് എല്ലാ സെല്ലിലേക്കും ഫോർമുല സ്പില്ല് ചെയ്തിട്ട് റിസൾട്ട് വന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് നല്ലൊരു ബെനിഫിറ്റാണ് ഇത്. നമുക്ക് XLOOKUPൽ ഒരുപാട് ഡാറ്റകൾ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വലിയ ടാബിളുകളിൽ നിന്നും ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഫോർമുലയിൽ റിസൾട്ട് എല്ലാ സെല്ലിലേക്കും എത്തുന്ന ഒരു രീതിയാണ് ഈ XLOOKUPൻ്റെ നല്ലൊരു ബെനിഫിറ്റാണ് ഈ സ്പില്ലിംഗ് ഫോർമുല. ഓക്കെ, റിസൾട്ടും ഓക്കെ മറ്റുള്ള സെല്ലിലേക്ക് റിസൾട്ടും അതിൻ്റെ ഫോർമുലയും സ്പില്ല് ചെയ്ത് പോകുന്നതാണ് ഇത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലെഫ്റ്റ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ VLOOKUPലൊക്കെ ലെഫ്റ്റ് ഭാഗത്തു നിന്ന് ഡാറ്റ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഏത് സൈഡിലുണ്ടെന്നും അപ്പും ഡൗണും ഒക്കെ എടുക്കാം. ഹൊറിസോണ്ടലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഞാൻ ഒരു XLOOKUP ഫംഗ്ഷന് ചെയ്യാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് സ്പില്ല് ചെയ്യുകയും കൂടിയും ചെയ്യുന്നുണ്ട് ഇതിന്. ഇപ്പോൾ നമുക്ക് എംപ്ലോയി നമ്പറാണ് ഇവിടെ ഉള്ളത്. ഞാൻ എംപ്ലോയി നമ്പർ ലുക്കപ്പ് വാല്യൂ ഫുൾ എംപ്ലോയി നമ്പർ സെലക്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ താഴോട്ടേക്ക് സ്പില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എംപ്ലോയി നമ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, ലുക്കപ്പ് അറേ എടുത്തു. അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടത്, എംപ്ലോയിൻ്റെ നെയിമാണെങ്കിൽ നെയിം കോളം സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ സെല്ലിലും ഫോർമുല സ്പില്ല് ചെയ്തിട്ടുണ്ട്. സ്പില്ല് ചെയ്ത് ഇവിടെ ഇതാണ് ഫോർമുല വരുന്നത്. റിസൾട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാ സെല്ലിലും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഓഫ്സെറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ പണ്ട് പഠിച്ചിരുന്നു. അതുമായിട്ട് ഒരു ഓഫ്സെറ്റിൻ്റെ ഉപയോഗം കൂടിയും നമുക്ക് ഈ XLOOKUPൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താം. ആദ്യം നമ്മൾ
XLOOKUP ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ജനുവരി മുതലുള്ള ഡാറ്റയാണ് നമുക്ക് എടുക്കുന്നത്. ഫുള്ള് സെലക്ട് ചെയ്യുക, ഡിസംബർ വരെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏത് ഇൻഫർമേഷനാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഓക്കെ, ഡിസംബർ വരെ എടുത്തു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ്, എൻ്റർ അടിക്കാതെ. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു XLOOKUP ഫംഗ്ഷൻ കൂടി ഇവിടെയാണ്. XLOOKUP ഇവിടെ രണ്ടാമത്തെ ജൂൺ എന്നുള്ളതാട്ടോ ഇവിടെ ഉള്ളത്. ജൂൺ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെയിം തന്നെ ലുക്കപ്പ് അറേ സെലക്ട് ചെയ്യുന്നു, ഡിസംബർ വരെ. ഓക്കെ, വാല്യൂ നമ്മൾ എമൗണ്ട്, അതായത് റിട്ടേൺ അറേയിൽ നമുക്ക് എമൗണ്ടാണ് എടുക്കേണ്ടത്, അത്രയും ഏരിയ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫോർമുല അടുത്ത സെല്ലിലേക്കൊക്കെ സ്പില്ല് ചെയ്തതായിട്ട് കാണാം. ഇവിടെ ഞാൻ ജൂൺ എന്നുള്ളത് മാറ്റിയിട്ട് സെപ്റ്റംബർ ആക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം സെപ്റ്റംബറിലേക്ക് പോകുന്നത്. അപ്പോൾ വീണ്ടും ജൂൺ എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മൾ ഓഫ്സെറ്റിൽ റേഞ്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ഈ ഫോമിൽ തന്നെ ഒന്ന് കോപ്പി ചെയ്ത് താഴോട്ടേക്ക് ഇടുക കേട്ടോ. കോപ്പി ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് ഇവിടെ സ്പില്ലെന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സം എടുക്കുകയാണ്. നമ്മൾ സമ്മോ മാക്സിമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ സമ്മൊന്ന് എടുക്കുകയാണ്. ഇത്രയും ഇപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ജൂൺ വരെയുള്ള സെയിൽസിൻ്റെ സമ്മാണ് ഈ വന്നത് ഇവിടെ. അപ്പോൾ ആ സമയത്ത് എന്ത് വന്നിട്ടില്ല, ഇവിടെ സ്പില്ല് ചെയ്തിട്ടില്ല ഫോർമുല. ഓക്കെ, ഇവിടെ ഞാൻ ജൂണിന് പകരം മെയ് ആക്കുകയാണ്. മെയ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ സ്പില്ലും കുറഞ്ഞ് ഇവിടെ മെയ് വരെയുള്ള ഡാറ്റയുടെ സമ്മാണത്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 74,678 എന്ന് കിട്ടും. 74,678 ഈ സം എടുക്കുന്നത് നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഓഫ്സെറ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ച ഫോമിലാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി XLOOKUPനുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഓഫ്സെറ്റ് ഫംഗ്ഷൻ ഇവിടെ. റഫറൻസ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ്സെറ്റിൽ. റോ എന്ന് പറയുന്നത് താഴോട്ട് പോകണോ എന്നുള്ളതാണ്, താഴോട്ട് പോകണ്ട. കോളം എന്നുള്ളത് ഒരു കോളം മൂവ് ചെയ്യണം, കാരണം ഇവിടെ നിന്ന് മുതൽ നമുക്ക് തുടങ്ങേണ്ടത് ജനുവരി മുതൽ. ഓക്കെ, അതുകൊണ്ട് ഒരു കോളം മൂവ് ചെയ്തു. അതിന് ശേഷം ഞാൻ ബാക്കി കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കോളം മൂവ് ചെയ്തു. അതിന് ശേഷം വരുന്നത് നമുക്ക് ഹൈറ്റാണ്. ഹൈറ്റ് നമുക്ക് 1 മതി. പിന്നെ വരുന്നത് വിഡ്ത്താണ്. എത്ര മാസം വരണമെന്ന് വെച്ചാൽ 1, 2, 3, 4, 5 ഇട്ട് കഴിഞ്ഞാൽ മെയ് വരെയുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ നമ്മളിവിടെ സം ഫംഗ്ഷന് ബിഗിനിങ്ങിൽ കൊടുക്കുകയാണ്. സം ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സം ഓഫ്സെറ്റ് ഫംഗ്ഷന് ഇതേ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയതായിട്ട് കാണാം. അപ്പോൾ XLOOKUPൻ്റെ ഒരു ബെനിഫിറ്റാണ് ഓഫ്സെറ്റ് ഫംഗ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലും ചെയ്യാൻ പറ്റും. അത് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഇട്ടേ ഉള്ളൂ. ആ ഫോമുല ഒന്ന് ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട്. ഓഫ്സെറ്റിൻ്റെ വേറെ വീഡിയോ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എറർ ഫംഗ്ഷനാണ്. എറർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി VLOOKUP ഫംഗ്ഷനിൽ ജസ്റ്റ് VLOOKUP കമ്പയർ ചെയ്യാണ് കേട്ടോ. നമ്മൾ എംപ്ലോയിയുടെ പേര് പ്ലസ് നെയിം ആയിക്കോട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്തു. 0 എന്ന് എക്സാക്റ്റ് മാച്ചിന് 0 ഇടണം. അല്ലെങ്കിൽ ഇവിടെ NA എന്ന് വന്നിട്ടുണ്ട്, അതായത് എംപ്ലോയി നമ്പർ 21 ഇവിടെ ഇല്ല. അപ്പോൾ 20 ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് വരും. ഓക്കെ, അപ്പോൾ 21 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യായിരുന്നു പണ്ട് നമ്മൾ VLOOKUPൽ ഇവിടെ നമ്മൾ ഈഫ് എറർ എന്നുള്ള ഫംഗ്ഷന് കൊടുക്കുമായിരുന്നു. അപ്പോൾ എറർ വരികയാണെങ്കിൽ എന്നുള്ള നിലക്കാണ് നമ്മളത് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് എറർ വരികയാണെങ്കിൽ എന്താണോ വേണ്ടത്, 0 ആണെങ്കിൽ 0, അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നാണോ വേണമെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നോട്ട് ഫൗണ്ട് എന്നുള്ള കാര്യം ഇവിടെ വരും. ഈ സംഭവം നമുക്ക് XLOOKUPൽ അഡീഷണൽ ഫോമുല ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. XLOOKUP കോമ ലുക്കപ്പ് അറേ എംപ്ലോയി നമ്പർ ഫുൾ എടുക്കുന്നത് നമുക്ക് ആളെ പേരാണ് എടുക്കേണ്ടതെങ്കിൽ ആളെ പേര് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കാണാം ഇവിടെ ഈഫ് നോട്ട് ഫൗണ്ട് എന്നുള്ളത്. എന്താണോ നമുക്ക് വേണ്ടത് നോട്ട് ഫൗണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷന് ഈഫ് എറർ ഫംഗ്ഷന് ഓൾറെഡി XLOOKUPൽ നമുക്ക് ഈ രീതിയിൽ
കമൻറ്റ് കൊടുത്തിട്ട് ചെയ്യാം. കമൻറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, 0 കൊടുക്കാം, ബ്ലാങ്ക് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ കാണാൻ വേണ്ടിയിട്ട് നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കുന്നുള്ളൂ. ഇനി അടുത്ത ഓപ്ഷന് സെർച്ച് ഓപ്ഷനാണ്. സെർച്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി XLOOKUP VLOOKUPിലൊക്കെ ഫസ്റ്റ് ടു ലാസ്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ എല്ലാ ഓപ്ഷനും ഉണ്ട്. ഡിഫാൾട്ടായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടു ഫസ്റ്റിലേക്കും കിട്ടും ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എംപ്ലോയി നമ്പർ എടുക്കുന്നു, എടുത്തു. അതിന് ശേഷം റിട്ടേൺ അരെ ഞാനിവിടെ OT ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഓരോരുത്തരെ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈഫ് നോട്ട് ഫൗണ്ട് ബ്ലാങ്ക് വേണം, അതുകൊണ്ട് ഒരു കോമ അഡീഷണൽ ഇടുന്നത് എക്സാക്റ്റ് മാച്ച്. അത് നമുക്ക് ബ്ലാങ്ക് ഇട്ട് പോവാം. സെർച്ച് ഇവിടാണ് വരേണ്ടത്. സെർച്ച് ഫസ്റ്റ് ടു ലാസ്റ്റ്, സെർച്ച് ലാസ്റ്റ് ടു ഫസ്റ്റ്. ഡിഫാൾട്ടായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് വരും, നമുക്ക് ലാസ്റ്റ് ടു ഫസ്റ്റ് ആണ് വേണ്ടത്. ആദ്യം നമ്മൾ ലാസ്റ്റ് ടു ഫസ്റ്റ് നോക്കാം. എൻ്റർ ചെയ്യാം. ഇവിടെ 10 എന്ന് കിട്ടി. എംപ്ലോയി നമ്പർ 8. എംപ്ലോയി നമ്പർ 8 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണാം 3 ആണുള്ളത്. ലാസ്റ്റ് നിന്ന് നോക്കുകയാണെങ്കിൽ 10 ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നമ്പർ 1 അല്ലെങ്കിൽ ഡിഫാൾട്ടോ ആയിരുന്നെങ്കിൽ നമ്മൾ നമ്പർ 1 ഇടുകയായിരുന്നെങ്കിൽ 3 എന്നുള്ളത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് -1 ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ടു ഫസ്റ്റ്. അതുപോലെ സെർച്ച് ബൈനറി സെർച്ച് നമുക്ക് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, കാരണം അത് നമ്മൾ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യണം. അത് അത്ര ഒരു ബെനിഫിറ്റ് ഇല്ല നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ ക്യാരക്ടറാണ്, വൈൽഡ് കാർഡ് ക്യാരക്ടർ. അതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഡാറ്റയിലെ ഇൻഫർമേഷനിൽ 2 or 3 ലെറ്ററേ അറിയൂ എന്ന് വിചാരിക്കുക. അപ്പോൾ MUH എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫോർമുല ഇടുകയാണ്, XLOOKUP. ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാർ നമുക്കിടാം. ആ സ്റ്റാർ ഇടുന്നതിന് പകരം നമ്മൾ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ സ്റ്റാർ ഇട്ടിട്ട് എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ചെയ്തിട്ട് സ്റ്റാർ. ഈ സംഭവമാണ് നമ്മൾ ലുക്ക് ചെയ്യുന്നത്. അപ്പോൾ ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് നമുക്ക് നെയിം തന്നെ എടുക്കാം. റിസൾട്ടും നമുക്ക് ഇത് തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കാൻ പോകുന്നു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ NA എന്ന് വരും. NA എന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വൈൽഡ് ക്യാരക്ടർ വേണമെങ്കിൽ നമ്പർ 2 വേണം. അപ്പം ഈഫ് നോട്ട് ഫൗണ്ട് ബ്ലാങ്ക് ഒഴിവാക്കുന്നത് മാച്ച്. ഈ മാച്ചിൽ വൈൽഡ് ക്യാരക്ടർ മാച്ച് എന്ന് പറഞ്ഞിട്ട് 2 കാണാം. 2 ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഫുൾ നെയിം മുഹമ്മദ് എന്ന് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി വേറെ ഏതെങ്കിലും കാർത്തികേയർ. ഓക്കെ, കണ്ടോ? ഈ രീതിയിലാണ് വൈൽഡ് ക്യാരക്ടർ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുക. ഇതുപോലെ പല രീതികളിലും നമുക്ക് യൂസ് ചെയ്യേണ്ട, അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തിട്ടും നമുക്ക് വൈൽഡ് ക്യാരക്ടർ പിക്ക് ചെയ്യാൻ പറ്റും. അതിന് ബേസ് ചെയ്തിട്ടും. ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.